സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയ തൃത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലെപ്പോൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴും ഞാൻ. സകലേശാ
തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാദഗീതങ്ങൾ പാടിയിടും. ചിതവുമല്ലോ പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താവരുടെ തിരുനാമം ദൈവം നിത്യം സ്തുത്യവും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ വരികളെ ഞങ്ങളിൽ വീശുകയും അങ്ങേ സുന്ദരജാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതുകൊണ്ട് നാരംഗാത്മീയ സൃഷ്ടാവാകുന്നു സർവ്വത്തിനെ നാഥായി നീക്കും. നിന്നെ വണങ്ങി
നമിക്കുന്നു. ഈശോവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ദയവാനേ, പരിപാവനനാം
എന്നേക്കും ആമേൻ. പരിപാവനം സർവേശ പരിപാവനം ബലവാനേ പരിപാവനം അമർത്യനേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. വിശുദ്ധനെ അനുഗ്രഹിക്കട്ടെ. മാമ്രയുടെ ഓക്കമരത്തിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തന്റെ കൂടാരത്തിന് വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നു. നിലം പറ്റി താഴെ അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങനെ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത്. കാല് കഴുകുവാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിൽ നിന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു. അബ്രാഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ചപ്പം ഉണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരിളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യുവാൻ തുടങ്ങി. അബ്രാഹാം എണ്ണയും പാലും പാകം ചെയ്ത മുറിയിറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ന്യായാധിപന്റെ പുസ്തകത്തിലുള്ള വായന. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീകൃതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ബാലാൻ ആജീവനാന്തം ദൈവത്തിന് നാസീകൃതക്കാരനായിരുന്നു. പ്രകീർത്തനം ആലപിക്കുവാനാണ് നിങ്ങൾ എഴുന്നേൽത്തിരിക്കുവേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമായ
കൊണ്ടാടാം ഇന്നീ വേദികനെ. കരവിരുതല്ലോ വാരവിതാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിത്യപിതാവിൻ സുതനുമായി സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങേ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ എഫേസസിൽ സഭയ്ക്കെതിരെ ലേഖനം. മിശിഹ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും, അതായത് വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും മിശിഹായുടെയും കാര്യത്തിൽ അവകാശം ഉണ്ടാകുകയില്ലെന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ. ആരും നിങ്ങളെ വ്യക്തമായ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. അതിനാൽ നിങ്ങൾ അവിടെ പങ്കുകാരായിരിക്കരുത്. കാരണം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ പ്രകാശം. പ്രകാശത്തിന്റെ മക്കളെ പോലെ ചരിക്കുവിൻ. എന്തെന്നാൽ പ്രകാശത്തിന്റെ ഫലം സർവ്വ നന്മയിലും നീതിയിലും സത്യവുമാണ്. കർത്താവിന് പ്രസാദകരമായത് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത്. പകരം അവയെ കുറ്റം വിധിക്കുവിൻ. കാരണം അവർ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് പോലും ലജ്ജാകരമാണ്. പ്രകാശത്താൽ വെളിപ്പെടുന്നവയെല്ലാം ദൃശ്യമാകുന്നു. കാരണം ദൃശ്യമാകുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ ബുദ്ധിഹീനരെ പോലെയല്ല, ബുദ്ധിമാന്മാരെ പോലെ നടക്കാൻ ശ്രദ്ധിക്കുവിൻ. സമയം പ്രയോജനപ്പെടുത്തുക, എന്തെന്നാൽ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. ആകയാൽ പോഷന്മാരാകാതെ കർത്താവിന് ഹിതമെന്തെന്ന് മനസ്സിലാക്കുവിൻ. വീഞ്ഞു കുടിച്ച് ഉന്നതരാകാതിരിക്കുവിൻ, അതിൽ ദുരാസക്തിയുണ്ട്. പ്രത്യുത ആത്മാവാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെട്ട് ആലാപനങ്ങളാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനെയും പ്രതി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശ്രയമിന്മരനായി വന്നു നിറഞ്ഞു കൊടുത്തിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനൊരുക്കിടട്ടെ. കീർത്തനമനുഗ്രഹപൂരിതരിൽ ദൂരിത പോരിന്നാദിപ്പോ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയ യോസേഫും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകിയാലും അവളെ അവമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേഫ് നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ ഈശോ എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള മാനവീയൻ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അറിയിച്ചത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. യോസേഫിനെതിരെ നടന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്നെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ഈശോ എന്ന് അവന് പേര് വിളിച്ചു. ഈശോയുടെ സ്നേഹത്തോടെ 2020 ഡിസംബർ മാസം 8-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ഡിസംബർ 8 വരെ ഉള്ള കാലയളവിനെ വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണത്. ഈ അവസരത്തിൽ ക്രിസ്മസിന് അടുത്തുള്ള ഈ ദിവസം വിശുദ്ധ ഔസേപിതാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് തികച്ചും ഉചിതമായ കാര്യമാണ്. കരുണ കാണിക്കുക, നീതി പ്രവർത്തിക്കുക, മിക്ക പ്രവാചകൻ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഉപാധിയായി പറഞ്ഞു നൽകുന്ന 2 സൂക്തങ്ങളാണ്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. വിശുദ്ധ ഔസേപിതാവിനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാക്കിയിരിക്കുന്ന 2 ചിന്താശകലങ്ങളാണത്. കരുണ കാണിച്ചുകൊണ്ട്, നീതി പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ ഒരു മഹാത്മാവാണ് വിശുദ്ധ ഔസേപിതാവ്. കരുണയും നീതിയും
നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച്, മാനുഷികമായ കാഴ്ചപ്പാടനുസരിച്ച് അർഹമായത് ചെയ്തു കൊടുക്കുന്നിടത്തേക്ക് ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് കരുണ അല്ലെങ്കിൽ നീതി എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ നിയമം നിഷ്കർഷിക്കുന്നതിന് അപ്പുറത്തേക്ക്, മാനുഷിക ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് ദൈവികമായ ഒരു അംശം തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ യോസേഫ്. നിയമപ്രകാരം മറിയത്തെ അവന് ഉപേക്ഷിക്കാമായിരുന്നു. നിയമപ്രകാരം മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി ജനസമക്ഷത്തേക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. നിയമപ്രകാരം ഈ വിവാഹബന്ധത്തിൽ നിന്ന് അവന് പിന്തിരിയാമായിരുന്നു. നിയമങ്ങളുടെ സുരക്ഷിതത്വം തന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന എല്ലാ സുരക്ഷിതത്വത്തെയും ദൈവിക സ്വരത്തിന്റെ ശ്രവണത്തിലൂടെ മാറ്റിവെച്ചുകൊണ്ട് ദൈവിക സ്വരത്തിന് ആമേൻ പറഞ്ഞ് ജീവിച്ച ഒരു ദൈവിക നീതിയുടെ വക്താവായിരുന്നു വിശുദ്ധ യോസേഫ്. മാനുഷിക നീതികളെ വെല്ലുവിളിക്കുന്ന ദൈവിക നീതി തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയത് കൊണ്ട് ലോകത്തിന് രക്ഷകനെ നൽകുവാൻ അവന് സാധിച്ചു. മാനുഷിക നീതിയിൽ നിന്ന് ആർക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് ആരെയും നയിക്കുവാനോ കൈപിടിച്ചു നടത്തുവാനോ സാധിക്കുകയില്ല. ദൈവിക നീതി ജീവിതത്തിൽ അനർത്ഥമാക്കുന്നിടത്ത് മാത്രമേ രക്ഷാകര അനുഭവത്തെ സ്വന്തമാക്കുവാനും പകരുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവികതയുടെ അംശങ്ങളായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മാമോദീസായുടെ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗമായി തീർന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവിക അംശത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ദൈവിക നീതിയുടെ അടിയുറച്ച കാരുണ്യ പ്രവർത്തി ചെയ്യുന്നവരായി വർദ്ധിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ യോസേഫ് പിതാവിന്റെ ദൈവിക അംശം നിറഞ്ഞ കാരുണ്യ പ്രവർത്തികളായിരുന്നു തന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതത്തിന് ആരായുവാൻ വേണ്ടി കാതോർക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് വിശുദ്ധ യോസേഫിൽ നിന്ന് കാണുന്നത്. ഇപ്രകാരം ദൈവഹിതത്തിന് വേണ്ടി കാതോർക്കുന്ന വ്യക്തിയിലേക്ക് ദൈവം ഇടപെടുന്ന സന്ദർഭങ്ങൾ പല അവസരങ്ങളിൽ വിശുദ്ധ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നത്. ദൂതനെ അയച്ചുകൊണ്ട് അവന്റെ അസന്നിഗ്ധാവസ്ഥകളിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി പ്രേരണ നൽകുന്ന ദൈവിക ഇടപെടലിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, തന്റെ പദ്ധതികളോട് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി മനസ്സാകുന്നവർക്ക് ദൈവം എപ്പോഴും കരുണയുടെ ഒരു വലിയ ലോകം തുറന്നു കാണിച്ചു നൽകും. അതുവഴി ആ കരുണ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴി ദൈവിക നീതി നടപ്പിലാക്കുവാനുള്ള വിവേചനം അവർക്ക് നൽകും. നമുക്ക് ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തില്, അനേകരിലേക്ക് ദൈവത്തെ പകരുവാനായിട്ട് ശ്രമിക്കുന്ന ഈ അവസരത്തില് ദൈവിക നീതിയിൽ ഉതർന്ന കാരുണ്യ പ്രവർത്തികൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും വിശ്വാസത്തിലും വളരുന്ന കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ പാപം പോലും അനുവദിച്ച് മനുഷ്യരക്ഷയ്ക്ക് രക്ഷകനായി പാപം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും, ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷിതനായ മിശിഹായെ സ്വീകരിക്കുവാൻ ഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്താകാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നിടുവാൻ മനുഷ്യനായ മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ വഴി മനുഷ്യമത്തെ മഹത്വം അണിച്ച് മിശിഹായെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നിരാശിപ്പിച്ചത് കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്ര വ്യവസ്ഥ നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടുതൽ ഭയപ്പെടുകയും ഘോഷിച്ച് സംഘടിതകൾ ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായത്തോടും കൂടെ മാനസാന്തര പഠിക്കയിലൂടെയും ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്നും കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും മൃഗത്തിന്റെയും നാലാകയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി തിരുക്കുമാരനെ പിറവിത്തിരുന്നാലൊരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തോട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും സഹായിക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സർവ്വതിനെ നാഥായ നയിക്കും. കർത്താവിനെ സ്തുതിക്കണമേ. സഹോദരനെ, നിങ്ങൾ കയ്പനെ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങേ അഭിഷേകൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ നേടിയതാകുന്നു. ദൈവസ്വഭാവത്തിന് അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവിട്ട് നടക്കുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ കർമ്മയാക്കി. കർത്താവേ, കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും ദാനങ്ങൾ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യുന്നു. അങ്ങേ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുന്നതാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്നു. നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ധൂജിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും വ്രതത്തിനെയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കുന്നു. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൃഢമായി ശരണപ്പെട്ടു.
സുതരുടെ പ്രേക്ഷിതരെ ഏകന സ്നേഹിതരെ ശാന്തിയിൽ വിരിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ. മാർത്തോമായെയും ദീനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തീരാ. നമ്മുടെ കൂടെ ബലവാൻ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവർക്കും കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോദ്ധാരത്തെ ശരണം തേടും. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുള്ള ആത്മജാതനും യുഗങ്ങളാമത് പിതാവിന് ജനിച്ചവനും പിതാവ് സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യമുള്ള സത്യവും പിതാവിനുടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവകർത്താവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാമുദ്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെയും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും വിദ്യാഭ്യാസത്തിനെയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിലിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും
സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കൃപാനിന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വദേവ നാഥനായ തന്റെ വിശുദ്ധ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അവൻ സമർപ്പിക്കുന്ന അവിടുന്ന് സമീപനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിനെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും വർണ്ണനീയവും മഹോന്നതമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്തുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങളെ യോഗ്യരാണെങ്കിലും അങ്ങയുടെ കാരുണ്യയാൽ പരിശുദ്ധവും സ്തുത്യർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന കൃപയാലും കരുണയാലും അനാദിമുതലേ അങ്ങേ പ്രസാദിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസത്തിനും പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകനാത്മാവോടും കൂടെ. സഹോദരിയെ, വിശ്വാസത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും നമുക്ക് എല്ലാവർക്കും വിശുദ്ധരുടെ കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്ന വിശ്വസിക്കുകയും വൈവജ്ഞനികമായ രഹസ്യങ്ങൾ ഭൂദാശം ചെയ്യപ്പെടുന്നു. ഗുരുവംശന മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനും
സൃഷ്ടിയാകുന്നു. ഇതുകൊണ്ട് നാൾ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങയിൽ നിന്നുള്ളവൻ സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേക തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമത്തെ പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭ്യക്തരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങേ പരിപൂർണശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനരായ മത്തിഗണം പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യവനത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും എന്നേക്കും സ്തുത്യർഹവുമാകുന്നു. നിത്യനായ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായും പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവസ്വഭാവമുള്ളവനും സകലത്തിന്റെയും കാരണബോധനുമായ റുഹാദൃശ്യം പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. തന്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹരാക്കപ്പെട്ട സകലരെയും അവിടുന്ന് സത്യത്തിൽ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നതാലില്ലായ്മയിൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകി ബഹുമാനത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് ശ്രദ്ധാലുവാകുന്നു. അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനകവുമായ നാമത്തിന് മുൻപിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വർഗീയരുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. ഔന്നത്യമായ കൃപയെക്കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും മർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തമായ ജ്ഞാനത്താൽ ഒരുക്കപ്പെട്ട മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതി മുഴുവൻ കാലത്തിന്റെ തികവിൽ അവൻ തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവരിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനോടൊന്നാവുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായ ദൈവത്തിന് ബലിയായി അർപ്പിച്ചു. തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധമായ ശിഷ്യന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികമായ രഹസ്യം ഈശോ പരിഗമനം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തജനകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം വിനീതരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാം പാപം മൂലം യോഗ്യരായ അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ അങ്ങയിലേക്ക് അടുപ്പിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികമായി ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയവനായ ഞങ്ങൾക്ക് മഹനീയമായ രക്ഷയെ കൃതജ്ഞതാപൂർവം ഞങ്ങളെ പറയുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും വലിയ മനസ്സോടും കൂടെ അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധമായ ബലിയിൽ അങ്ങ് സംപ്രീതനായി കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നേക്കും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും മനസ്സോടും കൂടെ പൂർണ്ണ സ്നേഹത്തോടു കൂടി എല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ സഭയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആർജിനി മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയും
എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരുമായ പ്രേക്ഷകരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും നമ്മുടെ കർത്താവ് ശംസിക പ്രദക്ഷിണാകുമ്പോൾ മഹോന്നത ഭാവിത്തിന് യോഗ്യമാവിധം ആകുന്നതിനും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും എല്ലാ സ്ഥലങ്ങളുടെ പരിസരത്തൊടിക്കുക സഭയിലെ എല്ലാ മക്കളെയും ജീവന്റെ രക്ഷയ്ക്കായുള്ള സത്യവിശ്വാസത്തോടും സത്പ്രവൃത്തിയോടും കൂടെ ഏറ്റവും ഭാഗ്യ ആരാധനയുള്ളവരുമാകണമേ. പാപിയും യോഗ്യനായ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയെയും ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരങ്ങളെയും വിളവുകളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് സത്യവിശ്വാസത്തിന് മരിച്ചുപോയ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവെന്ന് എല്ലാ മനുഷ്യനും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ആദ്യം മുതലേ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനാണെന്നും സകലത്തിനെ സൃഷ്ടാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും നമ്മൾ അറിയട്ടെ. മനുഷ്യവംശത്തിനെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് വിശ്വസിക്കുക പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലവും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവാണെന്ന് എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, മർത്യമായ ശരീരത്തിലും മർത്യമായ ആത്മാവിലും ഇവർ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുൻപാകെ വന്നുപോലുള്ള വീഴ്ചകളും കൃപാപുറം മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങയിൽ നിന്നും കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല. അങ്ങ് കരുണാപുറം ഞങ്ങളിൽ സംവേദനാകുമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി സ്തോത്രപരികാരങ്ങളും സ്വീകരിച്ച് ഞങ്ങൾ പ്രസാദിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അധിവസിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ളവരെ പ്രത്യാശിക്കും ആത്മശരീരങ്ങളുടെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമായി തീരട്ടെ. ദിവ്യകൽപ്പനകൾക്ക് അനുസരണം വ്യാപിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ശിവസിഹാട് കൃപയാ ഞങ്ങളെ എവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്വർഗ്ഗത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രജത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരദർശനങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. സന്നദ്ധത്തോടെ അവരാണ് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സമ്മതത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സത്യനായ ദൈവത്തോട് കൃപയും പ്രമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കർത്താവായ ദൈവമേ, ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ പരാതിയും കരുണയും ക്ഷമിക്കണമേ. മഹോന്നതമായ സ്വർഗ്ഗരാജ്യത്തിൽ സർവ്വസ്ഥരോടും വിസ്തരിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസം സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയിലും പ്രസന്നവതലും നിഷ്കലമായി ആവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വെച്ച് പ്രകാരം രക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വരാനന്ദനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യം ഞങ്ങളുടെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ രക്ഷിക്കണമേ. നാൾ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ വലിയ ആത്മാവിനോട് കൂടെ ഏകനാമപരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകോപ പരിശുദ്ധനാകുന്നു, പിതാവിന്റെ പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലേക്ക് സ്ത്രീ ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന ആവശ്യമില്ലാതെ കൃപാവരുടെ കാരണത്താൽ നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കുകാരാകുവിൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ
ദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെ കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിന് പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്ദിയും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തായ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തായ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചയോ. അക്ഷയ സൗഭാഗ്യമാകുവാൻ ദൈവം നമ്മെ നയിച്ചയോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാൻ നിശ്ചയമായി. വിധിയിൽ വീഴാത്ത അവനിൽ ഞാൻ അന്തിമ ദിവസം ഉയിർപ്പിക്കും. നിത്യായുസ് അവനിലും ഞാൻ ജീവൻ നാഥനരുൾ ചെയ്തു. അരുളിയ പോരിൻ നീതലിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാനരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ.
കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ.